നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് വലിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നുണ്ട്. അതിൽ ഈ ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് പറഞ്ഞിരുന്ന 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ 2 നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നാമത്തത് വയോജനങ്ങൾക്കായി പുതിയ വകുപ്പ്, അതായത് സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്കായി പുതിയ വകുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴേ പറയുന്നത് കേരളം ഒരു വൃദ്ധാലയമായി മാറിക്കൊണ്ടിരിക്കുന്നു, പ്രായമായവർ കൂടിക്കൂടി വരുന്നു, അപ്പോൾ യുവജനങ്ങളെല്ലാം സംസ്ഥാനം വിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പ്രായമായവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ്റെ സ്വപ്നമായിരുന്നു. അതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്നത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇതും പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. അതും ആദ്യ മന്ത്രിസഭയിൽ തീരുമാനമായി. നടപ്പിലാക്കുന്ന ഡേറ്റ് ജൂൺ 15 മുതലാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര, സൗജന്യ യാത്രയ്ക്ക് വിശദമായ ഉത്തരവ് ഇറങ്ങേണ്ടി വരും. കാര്യം KSRTCയിൽ തന്നെ പലതരം ക്ലാസ് യാത്രക്കാരുണ്ട്. അതായത് ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, ഡീലക്സ് ഉണ്ട്, ഇനി സൂപ്പർ ഡീലക്സ് ഉണ്ട്, AC ബസ് ഉണ്ട്, ലോ ഫ്ലോർ ബസ് ഉണ്ട്, സിറ്റി ബസ് ഉണ്ട്. അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ ബസ് യാത്ര കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം വിശദമായ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അടുത്ത് മറ്റൊരു സമ്മർദ്ദം വരുന്നത് ഈ KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് യാത്രക്കാർക്കുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾക്ക് അത് വലിയ ഇരട്ടടിയാകും, അവർക്ക് യാത്രക്കാരെ കിട്ടാത്ത അവസ്ഥയാകും എന്നുള്ള കാര്യമുണ്ട്. കാരണം KSRTC സൗജന്യമായ യാത്ര നടത്തുമ്പോൾ പിന്നെ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ ആളുകളാണല്ലോ. അങ്ങനെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളിലും സൗജന്യ യാത്ര സംഘടിപ്പിക്കണം, എന്നിട്ട് അവർക്കുള്ള ടിക്കറ്റിൻ്റെ പൈസ കേരള ഗവൺമെൻറ് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്മേലുള്ള തീരുമാനവും ഉത്തരവും ഉടനെ തന്നെ തരും. അതായത് വി.ഡി. സതീശൻ മന്ത്രിസഭ വലിയ പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് വോട്ട് ചെയ്ത ജനങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ടാണ് മുന്നേറുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.